ഡിയർ സ്റ്റുഡൻസ്, ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയിലെ 4th ചാപ്റ്ററാണ് ദ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് ആൻഡ് ദ എക്കണോമിക് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ 1757 to 1857. 1757 മുതൽ 1857 വരെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഘടനയും ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളും എന്നുള്ള ചാപ്റ്റർ. ഇതിലെ ആദ്യ ഭാഗം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ 1757 മുതൽ 1887 വരെയുള്ള ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ബ്രിട്ടീഷ് എക്കണോമിക് പോളിസീസ് ഇൻ ഇന്ത്യ 1757 to 1857. 1600 മുതൽ 1757 വരെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗധേയം ഒരു കച്ചവട സ്ഥാപനത്തിൻ്റേത് മാത്രമായിരുന്നു. അതായത് 1600 മുതൽ 1757 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കച്ചവട സ്ഥാപനം മാത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കമ്പനി ചരക്കുകളും വിലയേറിയ ലോഹങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും അതിന് പകരമായിട്ട് വസ്ത്രം, സുഗന്ധദ്രവ്യം എന്നിങ്ങനെയുള്ള ചരക്കുകൾ വാങ്ങി വിദേശത്ത് വിൽക്കുകയും ചെയ്യുന്ന ഒരു കച്ചവട സ്ഥാപനം മാത്രമായിരുന്നു ഏത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ. ഇന്ത്യയുടെ ചരക്കുകൾ വിദേശത്ത് വിൽക്കുന്നതിലാണ് അവർക്ക് പ്രധാനമായിട്ട് ലാഭം കിട്ടിയിട്ടുള്ളത്. ഇന്ത്യയുടെ ചരക്കുകൾ വിൽക്കുന്നതിനുള്ള പുതിയ വിപണന കേന്ദ്രങ്ങൾ ബ്രിട്ടനിലും മറ്റു രാജ്യങ്ങളിലും തുറക്കാൻ കമ്പനി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഉൽപ്പാദകരുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും അവരുടെ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. രാജാക്കന്മാർ ഇന്ത്യയിൽ കമ്പനിയുടെ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനെ സഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുക പോലും ചെയ്തതും ഈ ഒരു കാരണം കൊണ്ടാണ്. ഇപ്പോൾ വാണിജ്യ നയത്തെക്കുറിച്ച് പറയുമ്പോൾ 1600 മുതൽ 1757 വരെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റോൾ എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട സ്ഥാപനത്തിൻ്റേതായിരുന്നു. കമ്പനി ചരക്കുകളും വിലയേറിയ ലോഹങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും പകരമായിട്ട് വസ്ത്രം, സുഗന്ധദ്രവ്യം എന്നിങ്ങനെയുള്ള ചരക്കുകൾ വാങ്ങി വിദേശത്ത് വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഇന്ത്യയുടെ ചരക്കുകൾ വിദേശത്ത് വിൽക്കുന്നതിൽ നിന്നാണ് അവർ ലാഭം മുഖ്യമായിട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ചരക്കുകൾ വിൽക്കുന്നതിനുള്ള പുതിയ വിപണന കേന്ദ്രങ്ങൾ ബ്രിട്ടനിലും മറ്റു രാജ്യങ്ങളിലും തുറക്കാൻ കമ്പനി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഉൽപ്പാദകരുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും അവരുടെ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. രാജാക്കന്മാർ ഇന്ത്യയിൽ കമ്പനിയുടെ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുക പോലും ചെയ്തതും ഈ ഒരു കാരണം കൊണ്ടായിരുന്നു. എന്നാൽ ആദ്യം മുതൽ തന്നെ ഇന്ത്യയുടെ തുണികൾക്ക് ബ്രിട്ടനിലുണ്ടായിരുന്ന പ്രിയത്തിൽ ബ്രിട്ടീഷ് ഉൽപ്പാദകർക്ക് അസൂയുണ്ടായിരുന്നു. പെട്ടെന്ന് വസ്ത്രങ്ങളിലെ അവരുടെ അഭിരുചി മാറുകയും ഇംഗ്ലീഷുകാരുടെ കട്ടിയുള്ള കമ്പിളിക്ക് പകരം ആളുകൾ നേർമയുള്ള പരുത്തി തുണികൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. മുമ്പ് പ്രശസ്ത നോവലായിട്ടുള്ള റോബിൻസൺ ക്രൂസോയുടെ ഗ്രന്ഥകർത്താവ് ഇങ്ങനെ പരാതി പറയുന്നുണ്ട്: ഇന്ത്യയുടെ നിർമ്മിത വസ്തുക്കൾ നമ്മുടെ ഭവനങ്ങളിലും അലമാരകളിലും കിടക്കുകളിലും കടന്നു കയറിയിരിക്കുന്നു. കർട്ടനുകളും കുഷ്യനുകളും കസേരകളും ഒടുവിൽ കിടക്കുകൾ പോലും കാലിക്കോ അഥവാ ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങളാണ്. ഇംഗ്ലണ്ടിൽ ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകളുടെ വിൽപ്പന പരിമിതപ്പെടുത്തുകയും നിരോധിക്കുകയും വേണമെന്ന് ബ്രിട്ടീഷ് ഉൽപ്പാദകർ ഗവൺമെൻറ്റിന് മേൽ സമ്മർദ്ദം ചെലുത്തി. 1720 ആയപ്പോഴേക്കും ചിത്രങ്ങൾ ചെയ്തതോ നിറം മുക്കിയതോ ആയിട്ടുള്ള കോട്ടൺ തുണിത്തരങ്ങൾ ധരിക്കുന്നതോ ഉപയോഗിക്കുന്നതോ നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കപ്പെട്ടു. 1760 ഇറക്കുമതി ചെയ്ത ഒരു കൈലേസ് കൈവശം വെച്ചതിന് ഒരു സ്ത്രീ 200 പൗണ്ട് പിഴ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ഒറ്റ നിറമുള്ള തുണിയുടെ ഇറക്കുമതിക്ക് ഭാരിച്ച ചുങ്കങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഹോളണ്ട് ഒഴിച്ചുള്ള യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് തുണികൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കുകയോ ഭാരിച്ച നികുതികൾ ചുമത്തുകയോ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ നിയമങ്ങൾ ഉണ്ടായിട്ടും 18ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഇന്ത്യയുടെ പട്ടിനും പരുത്തി തുണികൾക്കും വിദേശ വിപണിയിൽ നല്ല പ്രചാരം ലഭിച്ചു. അതിനുശേഷം മെച്ചപ്പെട്ട പുതിയ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ തുണി വ്യവസായം വളരാൻ തുടങ്ങി. ആദ്യം മുതൽ തന്നെ ഇന്ത്യയുടെ തുണികൾക്ക് ബ്രിട്ടനിലുണ്ടായിരുന്ന പ്രിയത്തിൽ ബ്രിട്ടീഷിലെ തുണി ഉൽപ്പാദകർക്ക് അസൂയ ഉണ്ടായിരുന്നു. പെട്ടെന്ന് വസ്ത്രങ്ങളിലെ അഭിരുചി മാറുകയും ഇംഗ്ലീഷുകാരുടെ കട്ടിയുള്ള കമ്പിളിക്ക് പകരം
ആളുകൾ നേർമയുള്ള പരുത്തി തുണികൾ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പ്രശസ്ത നോവലായിട്ടുള്ള റോബിൻസൺ ക്രൂസോയുടെ കർത്താവ് പറയുന്നുണ്ട്, ഇന്ത്യ നിർമ്മിത വസ്തുക്കൾ നമ്മുടെ ഭവനങ്ങളിലും അലമാരകളിലും കിടക്കയിലും കിടന്നു കയറിയിരിക്കുന്നു. കർട്ടനുകളും കുഷ്യനുകളും കസാരകളും ഒടുവിൽ കിടക്കുകൾ പോലും കാലിക്കോ അഥവാ ഇന്ത്യൻ നിർമ്മിതങ്ങളാണ്. ഇംഗ്ലണ്ടിൽ ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകളുടെ വിൽപ്പന പരിമിതപ്പെടുകയും നിരോധിക്കുകയും വേണമെന്ന് ബ്രിട്ടീഷ് ഉൽപ്പാദകർ ഗവൺമെൻറ്റിനുമേൽ സമ്മർദ്ദം ചെലുത്തി. 1720 ആയപ്പോഴേക്കും ചിത്രങ്ങൾ ചെയ്തതോ നിറം മുക്കിയതോ ആയിട്ടുള്ള കോട്ടൺ തുണികൾ ധരിക്കുന്നതോ ഉപയോഗിക്കുന്നതോ നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കപ്പെട്ടു. 1760 ഇറക്കുമതി ചെയ്ത ഒരു കൈലേസ് കൈവശം വെച്ചതിന് ഒരു സ്ത്രീക്ക് 200 പൗണ്ട് പിഴയായിട്ട് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ഒറ്റ നിറമുള്ള തുണിയുടെ ഇറക്കുമതിക്ക് ഭാരിച്ച ചുങ്കങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഹോളണ്ട് ഒഴിച്ചുള്ള യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് തുണികൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കുകയോ ഭാരിച്ച നികുതികൾ ചുമത്തുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഇന്ത്യയുടെ പട്ടിനും പരുത്തി തുണികൾക്കും വിദേശ വിപണികളിൽ നല്ല പ്രിയമുണ്ടായിരുന്നു. അതിനുശേഷം മെച്ചപ്പെട്ട പുതിയ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കി ഇംഗ്ലണ്ടിലെ തുണി വ്യവസായം വളർന്നു വരികയാണ് ഉണ്ടായത്. 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം ഇന്ത്യയുമായുള്ള കമ്പനിയുടെ വാണിജ്യത്തിൻ്റെ രീതിയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഈ സമയം ബംഗാളിലെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഇന്ത്യയുടെ വാണിജ്യത്തിലും ഉൽപ്പാദനത്തിലും കുത്തക നിയന്ത്രണം സ്വന്തമാക്കാനും ഇന്ത്യയിലെ കച്ചവടം പരിപോഷിപ്പിക്കാനും കഴിയുമായിരുന്നു. ഇന്ത്യയുടെ ചരക്കുകൾ കയറ്റുമതി ചെയ്യാൻ ആവശ്യമായ പണത്തിന് ബംഗാളിലെ ഭൂനികുതി ഉപയോഗിച്ചു. ബ്രിട്ടനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി 1750-51 1.5 ലക്ഷം പൗണ്ടായി വർദ്ധിച്ചതുകൊണ്ട് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ ഉൽപ്പാദകരെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ അതങ്ങനെ സംഭവിച്ചില്ല. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് വ്യവസ്ഥകൾ ബംഗാളിലെ നെയ്ത്തുകാരിൽ അടിച്ചേൽപ്പിക്കുകയും നഷ്ടം സഹിച്ചു പോലും കമ്പനി നിഷ്കർഷിച്ച് കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ചെയ്തു. തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നില്ല. അവരിൽ പലരും കുറഞ്ഞ കൂലിക്ക് കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയും ഇന്ത്യക്കാരായ കച്ചവടക്കാർക്ക് വേണ്ടി വേല ചെയ്യുന്നത് നിരോധിക്കുകയും ചെയ്തു. ഇന്ത്യക്കാരും വിദേശികളുമായി തങ്ങളോട് മത്സരിക്കുന്ന കച്ചവടക്കാരെ കമ്പനി ഉന്മൂലനം ചെയ്യുകയും ബംഗാളിലെ കൈവേലക്കാർക്ക് ഉയർന്ന വേതനമോ വിലയോ നൽകുന്നത് വിലക്കുകയും ചെയ്തു. കമ്പനിയുടെ ഉദ്യോഗസ്ഥര് അസംസ്കൃത പരുത്തിയുടെ വിൽപ്പന കുത്തകയാക്കുകയും ബംഗാളിലെ നെയ്ത്തുകാരനെ കൊണ്ട് ഭീമമായ വിലയ്ക്ക് വാങ്ങിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഉപഭോക്താവ് എന്ന നിലയിലും വിൽപ്പനക്കാരൻ എന്ന നിലയിലും നെയ്ത്തുകാരന് ഇത് ഒരു നഷ്ടക്കച്ചവടമായി മാറി. അതേസമയം ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് ഇംഗ്ലണ്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് ഭാരിച്ച പ്രവേശന നികുതികൾ നൽകേണ്ടി വന്നു. ഇന്ത്യയിൽ നിന്നുള്ള വിലക്കുറവും മെച്ചപ്പെട്ടതുമായ ചരക്കുകളോട് മത്സരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ വളർന്നുകൊണ്ടിരിക്കുന്ന യന്ത്രവൽകൃത വ്യവസായത്തെ രക്ഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ദൃഢനിശ്ചയം ചെയ്തു. എന്നാൽ ഇന്ത്യൻ ചരക്കുകളെ പൂർണ്ണമായിട്ടും അവർ പുറത്താക്കിയില്ല. ഇന്ത്യൻ കൈവേലയ്ക്ക് തിരിച്ചടിയേറ്റത് 1813 ശേഷമാണ്. അപ്പോൾ വിദേശ വിപണന കേന്ദ്രങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ പ്രധാനമായി ഇന്ത്യയിലെ വിപണന സാധ്യതകൾ തന്നെ നഷ്ടമാവാൻ തുടങ്ങി. ഇന്ത്യൻ കൈവേല ഉൽപ്പന്നങ്ങളാണ് അവർ ബഹിഷ്കരിച്ചത്. ഇനി ബ്രിട്ടനിലെ വ്യാവസായിക വിപ്ലവം ബ്രിട്ടൻ്റെ സാമ്പത്തിക നിലയെയും ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങളെയും പൂർണ്ണമായിട്ടും വ്യത്യാസപ്പെടുത്തി. 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലും 19-ാം നൂറ്റാണ്ട് ആദ്യ ചില ദശകങ്ങളിലും സാമൂഹികവും സാമ്പത്തികവുമായ വളരെയേറെ മാറ്റങ്ങളിലൂടെ ബ്രിട്ടൻ കടന്നുപോയി. പുതിയ യന്ത്രങ്ങളുടെയും ഫാക്ടറി സംവിധാനത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് വ്യവസായം വളരുകയും വേഗത്തിൽ വികസിക്കുകയും ചെയ്തു. ഈ വളർച്ചയ്ക്ക് അനേക ഘടകങ്ങൾ സഹായകമായിട്ടുണ്ട്. മുൻ നൂറ്റാണ്ടുകളിൽ ബ്രിട്ടീഷ് വിദേശ വാണിജ്യം അതിവേഗത്തിൽ വികസിച്ചുകൊണ്ടിരുന്നു. ബ്രിട്ടൻ യുദ്ധങ്ങളിലൂടെയും കോളനികൾ സ്ഥാപിക്കുന്നതിലൂടെയും അനേകം വിദേശ വിപണികളിൽ പിടിച്ചെടുക്കുകയും അതിനെ കുത്തകയാക്കുകയും ചെയ്തു. ഈ കയറ്റുമതി വിപണികളിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വ്യവസായത്തെ സഹായിക്കുകയും അതിനാൽ ഉൽപ്പാദനത്തിലും സംഘാടനത്തിലും അതിനൂതന രീതികൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, ലാറ്റിൻ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങൾ കയറ്റുമതിക്കായി വളരെയേറെ അവസരങ്ങൾ ഒരുക്കിക്കൊടുത്തു. ബ്രിട്ടനിലെ വ്യവസായ വിപ്ലവത്തിൻ്റെ പ്രധാന വാഹനമായിട്ടുള്ള
പരുത്തിത്തുണി വ്യവസായ വിപ്ലവത്തിൻ്റെ കാര്യത്തിൽ ഈ മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള അവസരങ്ങൾ, മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതൽ സഹായകമായി. ഇതിനു മുമ്പ് തന്നെ ബ്രിട്ടൻ വാണിജ്യത്തിൽ കൊളോണിയൽ രീതികൾ നടപ്പിലാക്കിയിരുന്നു. അത് വ്യാവസായിക വിപ്ലവത്തെ സഹായിക്കുകയും വ്യവസായ വിപ്ലവം കൊളോണിയൽ രീതികളെ ശക്തമാക്കുകയും ചെയ്തു. കോളനികളും അവികസിത രാജ്യങ്ങളും കാർഷിക, ധാതുലോഹ, അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ബ്രിട്ടൻ ഈ രാജ്യങ്ങളിലേക്ക് നിർമ്മിത വസ്തുക്കൾ വിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് പറയുന്നത്, പുതിയ യന്ത്രങ്ങളിലും ഫാക്ടറി സമ്പ്രദായത്തിലും മുടക്കാനായി ആവശ്യമായിട്ടുള്ള മൂലധനം മതിയായ അളവിൽ രാജ്യത്ത് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ആർഭാട ജീവിതത്തിന് വേണ്ടി പണം വൃഥാവ്യയം ചെയ്യുന്ന ഫ്യൂഡൽ വർഗക്കാരുടെ കൈകളിലല്ല ഈ മൂലധനം കേന്ദ്രീകരിച്ചിരുന്നത്. മറിച്ച് വാണിജ്യത്തിലും വ്യവസായത്തിലും മുതലിറക്കാൻ താൽപ്പര്യപ്പെടുന്ന കച്ചവടക്കാരുടെയും വ്യവസായികളുടെയും കൈകളിലായിരുന്നു. ഇവയുടെയും ആഫ്രിക്ക, ഏഷ്യ, വെസ്റ്റ് ഇൻഡീസ്, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന, പ്രത്യേകിച്ച് പ്ലാസി യുദ്ധത്തിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നത് ഉൾപ്പെടെയുള്ള ഭാരിച്ച ധനം വ്യാവസായിക വികസനത്തിന് പണം മുടക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചു. മൂന്നാമത്, ജനസംഖ്യയിലെ വേഗത്തിലുള്ള വർധന വളർന്നുകൊണ്ടിരിക്കുന്ന വ്യവസായങ്ങൾക്കാവശ്യമായ കുറഞ്ഞ നിരക്കിലുള്ള തൊഴിലാളികളെ കൂടുതലായി നൽകി. 1740 ശേഷം ബ്രിട്ടനിലെ ജനസംഖ്യ വേഗത്തിൽ വർദ്ധിച്ചു. 1780 ശേഷം 50 വർഷം കൊണ്ട് ജനസംഖ്യ ഇരട്ടിയാവാൻ തുടങ്ങി. നാലാമതായി പറയുന്നത്, ബ്രിട്ടന് കച്ചവട ഉൽപാദന താൽപ്പര്യങ്ങളുടെ സ്വാധീനത്തിന് വഴങ്ങുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അത് വിപണന കേന്ദ്രങ്ങൾക്കായിട്ടും കോശയത്തോടെ പൊരുതിയിട്ടുണ്ടായിരുന്നു. അഞ്ചാമതായി പറയുന്നത്, വർദ്ധിച്ച ഉൽപാദനത്തിനായുള്ള ആവശ്യം സാങ്കേതിക വിദ്യയിലെ വികാസം കൊണ്ട് നേടിയെടുത്തു. ബ്രിട്ടൻ്റെ വളർച്ചയുടെ പാതയിലായിരുന്ന വ്യവസായങ്ങൾ ഹാർഗ്രീവ്സിൻ്റെയും വാട്ടിൻ്റെയും ക്രോംപ്ടൻ്റെയും കാർട്ട്റൈറ്റിൻ്റെയും മറ്റു പലരുടെയും കണ്ടുപിടുത്തങ്ങളെ ആധാരമാക്കിയുള്ളതായിരുന്നു. ഈ സമയം ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ പലതും നൂറ്റാണ്ടുകളായി ലഭ്യമായിരിക്കുന്നവയാണ്. ഈ കണ്ടുപിടുത്തങ്ങളുടെയും ആവശ്യശക്തിയുടെയും നേട്ടങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഉൽപാദനം ഫാക്ടറികളിൽ കേന്ദ്രീകരിച്ചു. ഈ കണ്ടുപിടുത്തങ്ങളായിരുന്നില്ല വ്യാവസായിക വിപ്ലവത്തിന് കാരണമായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനേക്കാൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന വിപണികളുടെ ആവശ്യത്തിനായി അതിവേഗം ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന വ്യവസായികളുടെ ആഗ്രഹവും അതിനാവശ്യമായ മൂലധനം നിക്ഷേപിക്കുന്നതിനുള്ള അവരുടെ കഴിവുമാണ് നിലനിന്നിരുന്ന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താനും പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കാരണമായിട്ട് മാറിയിട്ടുള്ളത്. വാസ്തവത്തിൽ വ്യവസായങ്ങളുടെ പുതിയ സംഘടനാ രീതി സാങ്കേതികവിദ്യയിലെ മാറ്റങ്ങളെ മനുഷ്യവർഗത്തിൻ്റെ വളർച്ചയിൽ ഒരു സ്ഥിരം സ്വഭാവമാക്കി മാറ്റി. ഈ രീതിയിൽ വ്യവസായ വിപ്ലവം ഒരിക്കലും അവസാനിച്ചില്ല. കാരണം 18ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആധുനിക വ്യവസായവും സാങ്കേതികവിദ്യയും വളർന്ന് വികസിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ടായിരുന്നു. വ്യാവസായിക വിപ്ലവം ബ്രിട്ടീഷ് സമൂഹത്തെ അടിസ്ഥാനപരമായിട്ട് മാറ്റിമറിച്ചു. അത് അതിവേഗത്തിലുള്ള സാമ്പത്തിക വികസനത്തിന് വഴിതെളിച്ചു. ബ്രിട്ടനിലും അതുപോലെ യൂറോപ്പ്, റഷ്യ, USA, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിവിടങ്ങളിലെ ഇന്നത്തെ ഉയർന്ന ജീവിത നിലവാരത്തിന് കാരണം ഇതുതന്നെയാണ്. വാസ്തവത്തിൽ 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഇന്ന് സാമ്പത്തികമായി മുമ്പിലും പിമ്പിലും നിൽക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ കാര്യമായ മാറ്റമുണ്ടായിരുന്നില്ല. പിന്നോക്ക രാജ്യങ്ങളിലെ വ്യവസായ വിപ്ലവത്തിൻ്റെ അഭാവമാണ് ഈ ലോകത്തിൽ കാണുന്ന വലിയ സാമ്പത്തിക അന്തരത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ. വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി ബ്രിട്ടൻ ഏറെ നഗരവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഫാക്ടറികൾക്ക് ചുറ്റുമായിട്ട് പട്ടണങ്ങളിൽ ജീവിക്കാൻ തുടങ്ങി. 1750 50,000 നിവാസികളിൽ കൂടുതലുള്ള 2 നഗരങ്ങളെ ബ്രിട്ടനിലുണ്ടായിരുന്നുള്ളൂ. 1851 അത്തരം 29 നഗരങ്ങളുണ്ടായിരുന്നു. സമൂഹത്തിൽ പുതിയ 2 വർഗ്ഗങ്ങളുണ്ടായി. ഫാക്ടറികളുടെ ഉടമസ്ഥരായ വ്യവസായ മുതലാളിമാരും ദിവസവേതനത്തിന് അധ്വാനം കൂലിക്ക് നൽകിയിരുന്ന തൊഴിലാളികളും. ഇങ്ങനെയായിരുന്നു 2 വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സമൂഹത്തിൽ പുതിയ 2 വർഗ്ഗങ്ങൾ ഉടലെടുത്തു. ആരൊക്കെയായിരുന്നു? ഫാക്ടറികളുടെ ഉടമസ്ഥരായ വ്യവസായ മുതലാളിമാരും ദിവസവേതനത്തിന് അധ്വാനം കൂലിക്ക് നൽകിയിരുന്ന തൊഴിലാളികളും. വ്യവസായികൾ അഭൂതപൂർവമായ സമൃദ്ധിയോടെ അതിവേഗത്തിൽ വളർന്നു വന്നപ്പോൾ തൊഴിലാളികൾ, അധ്വാനിക്കുന്നവരായ ദരിദ്രർ തുടക്കത്തിൽ
അവരുടെ തുടക്കത്തിൽ അവർക്ക് കിട്ടിയത് കണ്ണീർ മാത്രമായിരുന്നു. അപ്പോൾ തങ്ങളുടെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് അവർ പിഴുതുമാറ്റപ്പെടുകയും പരമ്പരാഗത ജീവിത രീതി അവർക്ക് താറുമാറാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പുകയും അഴുക്കും നിറഞ്ഞ നഗരങ്ങളിലാണ് അവർ ഇക്കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവരിൽ മിക്കവരും ചാൾസ് ഡിക്കൻസിൻ്റെ നോവലുകളിൽ വിവരിച്ചതുപോലെ ഇരുണ്ടതും സൂര്യപ്രകാശം എത്താത്തതുമായ ചേരികളിലാണ് കഴിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നത്. അസഹനീയമായി നീണ്ട പല ദിവസങ്ങളിലും 14-16 മണിക്കൂറുകൾ നീളുന്ന പ്രവൃത്തി സമയമാണ് ഫാക്ടറിക്കുള്ളിലും ഖനികളിലും ഉണ്ടായിരുന്നത്. സ്ത്രീകളും കുട്ടികളും കഠിനമായ ജോലി ചെയ്യേണ്ടി വന്നു. ചിലപ്പോൾ 4-5 വയസ്സുള്ള കുട്ടികൾ ഫാക്ടറികളിലും ഖനികളിലും ജോലി ചെയ്യേണ്ടി വന്നു. പൊതുവെ ഈ തൊഴിലാളികളുടെ ജീവിതം ദാരിദ്ര്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും രോഗങ്ങളുടെയും പോഷകാഹാരക്കുറവിൻ്റേതുമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം മാത്രമാണ് അവരുടെ വരുമാനം മെച്ചപ്പെടാൻ തുടങ്ങിയത്. ഈ ഒരു ഭാഗത്ത് കുറച്ച് നമ്മൾ PDF ആകുമ്പം കട്ടായി പോയിട്ടുണ്ട്. ഞാനത് പറഞ്ഞുതരാം. ഉൽപാദകരെന്ന ശക്തമായ ഒരു വർഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഇന്ത്യയിലെ ഭരണത്തിന്മേലും നയങ്ങളുടെ മേലും പ്രധാനപ്പെട്ട സ്വാധീനമുണ്ടായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ ഈ വർഗത്തിനുള്ള താല്പര്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഇന്ത്യയിലെ കൈവേലകളുടെ കയറ്റുമതി കുത്തകയിൽ നിന്നോ ഭൂനികുതിയുടെ നേരിട്ടുള്ള കൈവശപ്പെടുത്തലിൽ നിന്നോ അത് ലാഭമുണ്ടാക്കിയിട്ടില്ല. ഈ വർഗത്തിൻ്റെ എണ്ണവും ശക്തിയും രാഷ്ട്രീയ സ്വാധീനവും വർദ്ധിച്ചതോടുകൂടി കമ്പനിയുടെ കച്ചവട കുത്തകയെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വർഗത്തിൻ്റെ ലാഭം കച്ചവടത്തിൽ നിന്നല്ലാതെ ഉൽപ്പാദനത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഇന്ത്യയിൽ നിന്ന് നിർമ്മിത വസ്തുക്കളുടെ ഇറക്കുമതിയല്ല, മറിച്ച് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും ഇന്ത്യയിൽ നിന്ന് പരുത്തി പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതുമാണ്. അപ്പോൾ 1769 എല്ലാ വർഷവും 3,80,000 പൗണ്ടിലധികം വില വരുന്ന ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യണമെന്ന് ബ്രിട്ടീഷ് ഉൽപ്പാദകർ കമ്പനിയെ നിയമത്തിലൂടെ നിർബന്ധിപ്പിച്ചു. ഈ കച്ചവടം കമ്പനിക്ക് നഷ്ടമായിരുന്നെങ്കിലും 1793 എല്ലാ വർഷവും ചരക്കുകൾ കയറ്റിക്കൊണ്ടു പോകുന്നതിന് കമ്പനിയുടെ കപ്പലിൽ 3000 ടൺ സ്ഥലം ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് അവർ നിർബന്ധിച്ചു. പൗരസ്ത്യ നാടുകളിലേക്ക്, പ്രധാനമായും ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് പരുത്തി ചരക്കുകളുടെ കയറ്റുമതി 1794 156 പൗണ്ട് ആയിരുന്നത് 1813 ആയപ്പോഴേക്കും 1,10,000 പൗണ്ടായിട്ട് വർദ്ധിച്ചു. അതായത് ഏതാണ്ട് 700 മടങ്ങ് വർദ്ധിച്ചു. എന്നാൽ ഈ വർധന ലങ്കാഷെയറിലെ ഉൽപ്പാദകരുടെ നിയന്ത്രണമില്ലാത്ത സ്വപ്നങ്ങളെ തൃപ്തിപ്പെടുത്താൻ മതിയാകുമായിരുന്നില്ല. അവർ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ സജീവമായി അന്വേഷിച്ചു. പിന്നീട് 1901 R.C. ദത്ത് പ്രസിദ്ധമായ ദ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ 1812 പാർലമെൻ്ററി സെലക്ട് കമ്മിറ്റിയുടെ ശ്രമം എങ്ങനെ അവരെ മാറ്റി ബ്രിട്ടനിലെ ഉൽപ്പാദകർക്ക് ആ സ്ഥാനം നൽകാമെന്നും, അതായത് ഇന്ത്യൻ ഉൽപ്പാദകരെ മാറ്റിയിട്ട് ബ്രിട്ടൻ ഉൽപ്പാദകർക്ക് ആ സ്ഥാനം എങ്ങനെ നൽകാമെന്നും, ഇന്ത്യയിലെ വ്യവസായങ്ങൾക്ക് നഷ്ടം വരുത്തിക്കൊണ്ട് എങ്ങനെ ബ്രിട്ടീഷ് വ്യവസായികളെ വളർത്താമെന്നുള്ളതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പൗരസ്ത്യ വാണിജ്യത്തിലെ കമ്പനിയുടെ കുത്തക, ഇന്ത്യയുടെ ഭൂനികുതിയും കയറ്റുമതി വാണിജ്യം നിയന്ത്രിക്കുന്നവരുടെ ചൂഷണം ചെയ്യുന്ന കമ്പനിയുടെ രീതി, ഇവയെല്ലാം തങ്ങളുടെ സ്വപ്നങ്ങളെ പ്രാവർത്തികമാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട തടസ്സങ്ങളായിട്ട് ബ്രിട്ടീഷ് ഉൽപ്പാദകർക്ക് മനസ്സിലായി. 1793 1813 ഇടയ്ക്ക് കമ്പനിക്കും വാണിജ്യ പദവികൾക്കും എതിരെ ശക്തമായ പ്രചാരണം അവർ നടത്തുകയും അവസാനം 1813 ഇന്ത്യയുടെ വാണിജ്യത്തിലെ കുത്തക നീക്കിക്കളയുകയും വിജയിക്കുകയും ചെയ്തു. ഈ സംഭവത്തോടുകൂടി ബ്രിട്ടൻ്റെ ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങളിൽ ഒരു പുതിയ ഘട്ടം തുടങ്ങി. വ്യാവസായിക ഇംഗ്ലണ്ടിൻ്റെ ഒരു സാമ്പത്തിക കോളനിയായിട്ട് കാർഷിക ഇന്ത്യയെ മാറ്റിയെടുക്കാനുള്ള ശ്രമമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ ഗവൺമെൻറ് സ്വാതന്ത്ര്യ വ്യാപാരം അഥവാ ബ്രിട്ടീഷ് ചരക്കുകൾക്ക് നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ പ്രവേശനമെന്ന ഒരു നയം പിന്തുടർന്നു. ഇന്ത്യയുടെ കൈവേല വസ്തുക്കൾ ബ്രിട്ടനിലെ യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങളുമായ ശക്തവും അന്യായവുമായ മത്സരത്തിൽ ഏർപ്പെടുവാൻ അനുവദിക്കുകയും നാശത്തിൻ്റെ വക്കിലേക്ക് എത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് ചരക്കുകൾ നികുതിയില്ലാതെയോ നാമമാത്ര നിരക്കിലും നികുതി അടച്ചോ ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കണം.
അവധ് പോലുള്ള സംരക്ഷിത രാജ്യങ്ങൾ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയും പുതിയ പ്രദേശങ്ങൾ കൈയടക്കിയും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്കുള്ള ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് ശ്രമിച്ചു. വിദേശ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഇന്ത്യയിലെ കർഷകരെ പ്രാപ്തരാക്കത്തക്കവണ്ണം ഭൂനികുതിയിൽ കുറവ് വരുത്തണമെന്ന് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും കച്ചവടക്കാരുമായുള്ള അനേകം ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. കൂടുതൽ ഇന്ത്യക്കാർ പാശ്ചാത്യ വസ്തുക്കളോട് താല്പര്യം വളർത്തിയെടുക്കത്തക്ക വിധം ഇന്ത്യയെ പാശ്ചാത്യവൽക്കരിക്കണമെന്നും അവരാവശ്യപ്പെട്ടു. ഇന്ത്യയിൽ കൈകൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ ബ്രിട്ടീഷ് മില്ലുകളുടെ ഏറെ വിലക്കുറവുള്ള ഉൽപ്പന്നങ്ങൾക്കെതിരെ മത്സരിക്കുവാൻ കഴിവുള്ളതായിരുന്നില്ല. മില്ലുകളാവട്ടെ കണ്ടുപിടുത്തങ്ങളിലൂടെയും ആവിശക്തിയുടെ മികച്ച ഉപയോഗത്താലും അതിവേഗം ഉൽപാദന ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യയുടെ താൽപ്പര്യം നോക്കി നടത്തുന്ന ഏത് ഗവൺമെൻറ്റും ഉയർന്ന പ്രവേശന നികുതി നിരക്കുകൾ കൊണ്ട് ഇന്ത്യയിലെ വ്യവസായങ്ങൾ സംരക്ഷിക്കാനും ആ സമയം കൊണ്ട് പടിഞ്ഞാറുള്ള പുതിയ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ എത്തിക്കാനും ശ്രമിക്കാനാണ് നോക്കുക. ബ്രിട്ടൻ സ്വന്തം വ്യവസായങ്ങളുടെ കാര്യത്തിൽ 18-ാം നൂറ്റാണ്ടിൽ ചെയ്തത് ഇതാണ്. ആ കാലത്ത് ഫ്രാൻസും ജർമ്മനിയും USA ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതാനും ദശകങ്ങൾക്ക് ശേഷം ജപ്പാനും സോവിയറ്റ് യൂണിയനും ഇത് തന്നെ ചെയ്തു. സ്വതന്ത്ര ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ വ്യവസായങ്ങളെ വിദേശ ഭരണാധികാരികൾ സംരക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, വിദേശ വസ്തുക്കൾക്ക് സ്വതന്ത്രമായ പ്രവേശനം അനുവദിക്കുകയും ചെയ്തു. വിദേശത്ത് നിന്നുള്ള ഇറക്കുമതി അതിവേഗത്തിൽ വർദ്ധിച്ചു. ബ്രിട്ടനിൽ നിന്നുള്ള പരുത്തി തുണിത്തരങ്ങളുടെ ഇറക്കുമതിയിൽ മാത്രം 1813 11 ലക്ഷം പൗണ്ടിൽ നിന്ന് 1856 63 ലക്ഷം പൗണ്ടിലെത്തുന്ന വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിച്ച സ്വതന്ത്ര വ്യാപാരം എന്നാൽ ഒരു വശത്തേക്ക് മാത്രമുള്ളതായിരുന്നു. വിദേശ ചരക്കുകൾക്കായി ഇന്ത്യയുടെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടപ്പോഴും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളോട് മത്സരിക്കാൻ ക്ഷമതയുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ഉയർന്ന ഇറക്കുമതി ചുങ്കം നൽകേണ്ടി വന്നു. വ്യവസായങ്ങൾ ഇന്ത്യയിലെ കൈവേലകൾക്കുമേൽ സാങ്കേതിക മികവ് സ്ഥാപിച്ചു കഴിഞ്ഞ സമയത്ത് പോലും ഇന്ത്യൻ ചരക്കുകളെ സമത്വ മര്യാദയോടെ കണക്കാക്കാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. അതായത് അവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ വലിയ നികുതികൾ ചുമത്തിയിരുന്നു. ഇന്ത്യയുടെ പലതരം ചരക്കുകൾക്ക് ബ്രിട്ടനിലേക്കുള്ള കയറ്റുമതി നിന്നു പോകുന്നത് വരെ ഉയർന്ന നികുതിയാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണമായി ഇന്ത്യയിൽ നിന്നുള്ള കാലിക്കോയുടെ ചുങ്കം 67.5%, മസ്ലിന് 37.5% ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്ന് പഞ്ചസാര ബ്രിട്ടനിൽ പ്രവേശിക്കുന്നതിന് ഉൽപ്പാദന ചെലവിൻ്റെ 3 ഇരട്ടി ചുങ്കം നൽകേണ്ടി വന്നു. ചില അവസരങ്ങളിൽ ഇംഗ്ലണ്ടിലെ ചുങ്കം വിലയുടെ 4 മടങ്ങ് വരെയായിട്ട് വർദ്ധിച്ചു. ഇത്തരം ഭീമമായ ഇറക്കുമതി ചുങ്കങ്ങളുടെയും യന്ത്രവൽകൃത വ്യവസായങ്ങളുടെയും വളർച്ചയുടെ ഫലമായിട്ട് വിദേശ രാജ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി കുത്തനെ ഇടിയാൻ തുടങ്ങി. ബ്രിട്ടീഷ് വാണിജ്യ നയത്തിൻ്റെ അനീതിയെക്കുറിച്ച് ബ്രിട്ടീഷ് ചരിത്രകാരനായിട്ടുള്ള H.H. വിൽസൺ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിൽ നിന്നുള്ള പരുത്തി പട്ടുചരക്കുകൾ ഈ കാലം വരെ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ചവയേക്കാൾ 50 മുതൽ 60% വരെ വിലക്കുറവിൽ ലാഭത്തോടെ വിൽക്കാൻ കഴിയുമെന്ന് തെളിവെടുപ്പ് മനസ്സിലായി. തൽഫലമായി ഇംഗ്ലീഷ് നിർമ്മിത വസ്തുക്കളുടെ വിലയുടെ 70% മുതൽ 80 വരെ ശതമാനം ചുങ്കമോ പ്രയോജനകരമായ നിരോധനമോ ഏർപ്പെടുത്തി അവയെ രക്ഷിക്കേണ്ടത് ആവശ്യമായിട്ട് വന്നു. സംഗതി ഈ നിലയിലായിരുന്നില്ലെങ്കിൽ ഇത്തരം ഉയർച്ച ചുങ്കങ്ങളോ നിയമങ്ങളോ നിലവിലുണ്ടായിരുന്നില്ലെങ്കിൽ പൈസ്ലിയിലെയും മാഞ്ചസ്റ്ററിലെയും മില്ലുകൾ ആരംഭത്തിൽ തന്നെ നിന്നുപോവുകയും ആവിശക്തി കൊണ്ട് പോലും അവ പിന്നീട് പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്തേനെ. അപ്പോൾ ഇന്ത്യയിലെ ഉൽപ്പാദനത്തെ ബലി കൊടുത്തുകൊണ്ടാണ് അവ സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ത്യ സ്വതന്ത്രയായിരുന്നെങ്കിൽ അവൾ തിരിച്ചടിക്കുകയും ബ്രിട്ടീഷ് ചരക്കുകളുടെ മേൽ ഉയർന്ന ചുങ്കം ചുമത്തുകയും സ്വന്തം നിർമ്മാണ വ്യവസായത്തെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തേനെ. ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവളെ അനുവദിച്ചില്ല. അപരിചന്റെ കരുണയിലായിരുന്നു ഇന്ത്യ അന്നേരം. ഏതെങ്കിലും ചുങ്കം അടയ്ക്കാതെ ബ്രിട്ടീഷ് ചരക്കുകൾ അവളുടെ മേൽ ബലമായി ഏൽപ്പിച്ചു. അന്യായമായ രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ച് വിദേശ ഉൽപ്പാദകന് സമവ്യവസ്ഥയിൽ ഇടപെട്ട് തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു എതിരാളിയെ അടിച്ചമർത്തുകയും ഒടുവിൽ ശ്വാസം മുട്ടുകയും ചെയ്തു. ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിന് പകരം പരുത്തിയും പട്ടും പോലെ ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് അടിയന്തരമായി വേണ്ടി വന്ന അസംസ്കൃത വസ്തുക്കൾ
അല്ലെങ്കിൽ നീലം, തേയില എന്നിങ്ങനെയുള്ള തോട്ടങ്ങളിലെ ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ ബ്രിട്ടനിൽ ലഭ്യമല്ലാതിരുന്ന ധാന്യങ്ങൾ മുതലായ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ നിർബന്ധിതയായി. 1856 ഇന്ത്യ 43 ലക്ഷം പൗണ്ട് വിലയുള്ള അസംസ്കൃത പരുത്തിയും 8,10,000 പൗണ്ട് മാത്രം വിലയുള്ള പരുത്തി തുണികളും 29 ലക്ഷം പൗണ്ട് വിലയുള്ള ധാന്യങ്ങളും 17,30,000 പൗണ്ട് വിലയുള്ള നീലവും 7,70,000 പൗണ്ട് വിലയുള്ള അസംസ്കൃത പട്ടും കയറ്റി അയച്ചിട്ടുണ്ട്. കറുപ്പിൻ്റെ അപകടകരമായിട്ടുള്ള വിഷാംശം മൂലം ചൈന നിരോധിച്ചെങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നുള്ള വിൽപ്പന ചൈനയിൽ പ്രോത്സാഹിപ്പിച്ചു. ഈ കച്ചവടം ബ്രിട്ടീഷുകാർക്ക് വലിയ ലാഭവും കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ് കനത്ത വരുമാനവും നേടിക്കൊടുത്തു. രസകരമെന്ന് തന്നെ പറയാം, ബ്രിട്ടനിലേക്ക് കറുപ്പ് ഇറക്കുമതി ചെയ്യുന്നത് കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ട് അവസാനമായപ്പോഴേക്കും ഇന്ത്യയുടെ കയറ്റുമതി മുഖ്യമായും അസംസ്കൃത പരുത്തി, ചണം, പട്ട്, എണ്ണക്കുരുക്കൾ, ഗോതമ്പ്, തോൽ, നീലം, തേയില എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു. ഈ രീതിയിൽ 1813 ശേഷമുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ നയം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് വ്യവസായത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഉള്ളതായിരുന്നു. അതിൻ്റെ പ്രധാന ഉദ്ദേശ്യം ഇന്ത്യയെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഒരു ഉപഭോക്താവും അസംസ്കൃത വസ്തുക്കളുടെ ഒരു ദാതാവും എന്ന നിലയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഇനി നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നു പോയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നോക്കാം. സമ്പത്തിൻ്റെ ശോഷണം അഥവാ ദ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക്